ഹലോ, ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം. വീട്ടിലെ കുറച്ച് ചേരുവകളുണ്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. പോഷകപ്രദമാണ്, രുചികരവുമാണ്. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ, മുതിർന്നവർക്ക്, പ്രായമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. റൈസിൻ്റെ അളവ് കുറച്ച് കൂടുതൽ പച്ചക്കറിയും അതിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടാനായിട്ട് ഗ്രീൻ പീസും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ്. ഒരുപാട് പച്ചക്കറികളില്ല, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. കൈമ റൈസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ, കാരണം അരി കുതിർക്കുന്നില്ല. ബാക്കി സവാള, ഒരു ചെറിയൊരു തക്കാളിയും, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമുക്ക് ആ വീഡിയോയിൽ നോക്കാം. 2 സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 2 സ്പൂൺ എണ്ണ, ഏതെങ്കിലും ഓയിൽ. അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, അല്പം പെരുംജീരകം, അതോടൊപ്പം തന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് അതും കൂടെ ചേർത്ത് വഴറ്റുക. ഒരുപാട് വഴണ്ട, ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ ഒരല്പം വഴറ്റുക. ഒരല്പം ഇതിലേക്ക് പച്ചക്കറികൾ ചേർക്കാം. എന്ന് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റ് കനം കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ ക്യാരറ്റ്, ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഒരു 1/4 ഗ്ലാസ് വേണം, അത്രയും മതി. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളികൾ ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കൂടുതലാകണ്ട. ഒരു നുള്ളു മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ്, 1 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അധികം കുതിർത്തൊന്നുമില്ല, നല്ലതുപോലെ കഴുകി ഇതിലേക്ക് ചേർക്കാം. ഇതിലെ വെള്ളമയം മാറുന്നത് വരെ വഴറ്റണം. തീ കൂട്ടി തന്നെ വഴറ്റാം. ഈ സമയത്ത് തക്കാളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ചെറിയ തക്കാളി അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. തക്കാളി ചേർക്കാതെ ഞാൻ അല്പം ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന 1.5 ഗ്ലാസോളം വെള്ളമുണ്ട്. അരി കുതിർക്കാത്തത് കൊണ്ട് ഇത്രയും ചേർക്കണം, എങ്കിലേ കൈമ റൈസിന് വെന്ത് ശരിയായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ ഇച്ചിരി വേവ് കുറഞ്ഞാലാണ് പ്രശ്നം. ഒന്ന് വേവുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം. ഉപ്പ് കറക്റ്റാക്കിയതിന് ശേഷം മല്ലിയില, പുതിനയില ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ ഇതൊന്നും സ്റ്റോക്കില്ല, അത് ഇതിനോട് വലിയ താല്പര്യവുമില്ല. ഉള്ളത് അല്പം കറിവേപ്പില മാത്രമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. പ്രഷർ വന്നു തുടങ്ങുമ്പോൾ വെയിറ്റ് ഇട്ടിട്ട് ഹൈ ഫയറിൽ ഒറ്റ വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഷർ കുക്കർ ഓഫ് ചെയ്യാം. വീണ്ടും അരമണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ അരി കറക്റ്റായിട്ട് ചോറ് വന്നിരിക്കും. രുചികരമായ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ വന്നു തുടങ്ങി. കറക്റ്റായിട്ട് വെജിറ്റബിൾ റൈസ് കിട്ടിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ചാറധികമില്ലാതെ. കൂട്ടത്തിന് സലാഡൊന്നുമില്ല.
ഉപ്പ് അല്പം ചേർത്ത തൈരും കൂടെ കൂട്ടിയാണ് ഈ വെജിറ്റബിൾ റൈസ് കഴിക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് വെജിറ്റബിൾ റൈസ് കിട്ടിയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ചാറധികമില്ലാതെ. കൂട്ടത്തിന് സലാഡൊന്നുമില്ല. ഉപ്പ് അല്പം ചേർത്ത തൈരും കൂടെ കൂട്ടിയാണ് ഈ വെജിറ്റബിൾ റൈസ് കഴിക്കാൻ പോകുന്നത്.